നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളോട് ടീച്ചേഴ്സൊക്കെ ചോദിക്കുമായിരിക്കും, നിങ്ങളുടെ അംബിഷൻ എന്താണ്, നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പണ്ടങ്ങനെ അത്ര അങ്ങോട്ട് ചോദിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്നൊക്കെ ആൾക്കാർ ടീച്ചേഴ്സൊക്കെ ചോദിച്ചു തുടങ്ങിയത്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അക്ഷരാഭ്യാസം ഉണ്ടാവണം, എഴുതാനും വായിക്കാനും അറിയണം, അത്രയൊക്കെ ഉള്ളൂ. ജോലി മേടിക്കുക എന്നുള്ളത് അപൂർവമായിരുന്നു. വീട്ടിലെ നിർബന്ധത്തിന് വഴങ്ങി സ്കൂളിൽ വന്നിരുന്ന കുട്ടികളായിരുന്നു പലരും. പഠിക്കാനും മടിച്ചികളും മടിയന്മാരും ഒക്കെ ആയിരുന്നു. അപൂർവം കുട്ടികൾ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച കുട്ടികൾ അവരാണ് ഇപ്പോൾ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അംബിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ടോപ്പിൽ പറയാനായിട്ട് ഡോക്ടർ, എൻജിനീയർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയാറ്. അപ്പോൾ ടീച്ചർ, സാറ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അംബിഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും എല്ലാവരെയും പോലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് നിർബന്ധത്തിന് ഞാൻ വയറുവേദനയൊക്കെ പറഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട് വീട്ടിൽ. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പട്ടിക പഠിക്കാഞ്ഞതിന് ആൻ്റണി സാറ് നല്ല അടി അടിക്കും, ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തും, മീശ വരച്ചിട്ട് ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി നിർത്തും. പിന്നെയും ആദ്യം പഠിച്ചിട്ടില്ലെങ്കിൽ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തും, പിന്നെ പിറ്റേ ദിവസവും പഠിച്ചില്ലെങ്കിൽ ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി നിർത്തും, പിന്നെയും പഠിച്ചിട്ടില്ലെങ്കിൽ മീശയും വരയ്ക്കും. അപ്പോൾ ആൺപിള്ളേരുടെ മുമ്പിലൊക്കെ നാണം കെടും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പഠിക്കും. അപ്പോൾ അതുപോലെ പട്ടികയൊക്കെ പഠിക്കാണ്ട് ഞാൻ പോവാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും വയറുവേദന അഭിനയിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായ വയറുവേദന, അമ്മ എനിക്ക് പറ്റില്ല പോകാനായിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയും, ഒന്ന് ചൂട് വയ്ക്കാം, തിരുമ്മിത്തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരു ദിവസം ഇതുപോലെ തന്നെ 2-3 ദിവസം അങ്ങനെ അഭിനയിച്ച് പോകാണ്ടിരുന്നത്. 3ാമത്തെ ദിവസം ഞാൻ അഭിനയിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ എനിക്ക് ഭയങ്കര പേടിയാണ്, അച്ഛൻ നല്ല അടിയടിക്കും. അപ്പോൾ കാരണം അച്ഛൻ പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് മനസ്സിലായി ഇതെൻ്റെ അഭിനയമാണ്, പഠിക്കാൻ പോകാണ്ടിരിക്കാനായിട്ടൊന്നും. അച്ഛൻ വേഗം വടിയായിട്ട് വന്ന് നല്ല കിട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വയറുവേദന മാറി. ഞാൻ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകേണ്ടി വന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സ്കൂളിൽ പോയി, വീട്ടിലുള്ളവരും പോയി. അങ്ങനെ അവിടെ ചെന്ന് തല്ലുമുണ്ട്. അച്ഛൻ്റെ തല്ല് കൂടുതലും ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് ആൻ്റണി സാറിൻ്റെ തല്ലുമുണ്ട്. അങ്ങനെയാണെങ്കിലും ഞാൻ പട്ടികയൊക്കെ പഠിച്ചിട്ടാ സുഖമായിട്ട്. പട്ടികയ്ക്ക് ഇപ്പോഴും എപ്പോൾ ചോദിച്ചാലും പറയാവുന്ന രീതിയിലുള്ള പട്ടികയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ അംബീഷനൊക്കെ ആയിട്ട്, അംബീഷൻ എന്ന് പറയാനില്ലല്ലോ, നമ്മളിങ്ങനെ നടക്കുകയാണ്. 10ാം ക്ലാസ്സിലെത്തിയ കാര്യമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് +2 കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നേഴ്സാവണം എന്നുള്ളൊരു വലിയ മോഹമായിരുന്നു എൻ്റെ, നേഴ്സാവാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ ചിറ്റപ്പനും വല്യച്ഛനും ഒക്കെ കൂടി എന്നെ എലൈറ്റ് ഹോസ്പിറ്റൽ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയായിരുന്നു. പക്ഷേ അവിടേക്ക് പൈസ കൊടുക്കണം, എന്നാലാണ് അഡ്മിഷൻ കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം അവിടെ വെച്ച് ഉപേക്ഷിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസം അതിന് വേണ്ടിയാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തത്, സയൻസ് ഗ്രൂപ്പ് എടുത്തത്. അതിനാണ് നേഴ്സിംഗ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ എന്നിട്ടും ഡിഗ്രിക്ക് പോകണം എന്നുള്ളൊരു മോഹം കൊണ്ടിട്ട് BTM കോളേജിൽ ഞാനൊരു 3 മാസം BCOMന് ചേർന്നു. അവിടെ നിന്നെങ്കിൽ പൈസയൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് അഡ്മിഷൻ ഫീസൊക്കെ കൊടുത്തിട്ട് ഒരു 3 മാസം പോയെങ്കിൽ എനിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല. സയൻസ് പഠിച്ച ഞാൻ എങ്ങനെ ഈ മാത്സൊക്കെ പഠിക്കും? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ജോലിയുടെ കാര്യം ഓക്കെ ആയത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ആ പഠിപ്പ് അവിടെ വെച്ച് അവസാനിച്ച്. പിന്നെ അംബിഷൻ ഇല്ലല്ലോ, കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, അങ്ങനെയൊക്കെ ആകുമ്പോൾ അംബിഷൻ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാൻ, അതായത് 10ാം ക്ലാസ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഒരു +2 വിദ്യാഭ്യാസം വെച്ച് തന്നെ ഞാൻ 3-4 പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു പൂനമാവിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ മോന് ഒരു 3-4-5 മാസമുള്ള സമയത്ത് എനിക്ക് പൈസ വേണം എൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടിട്ട്. ഹസ്ബൻഡിന് ബേക്കറികളിൽ ചിരട്ട സപ്ലൈ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. അതിൽ നിന്ന് വലിയ വരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുതന്നെ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ജോലി ചെയ്യാണ്ട് എൻ്റെ ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാനെന്നാൽ എന്നെക്കൊണ്ട് പറ്റണതല്ലേ അപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനെന്നാൽ അടുത്ത വീട്ടിൽ 2-3 പിള്ളേരോട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ ട്യൂഷൻ എടുക്കാം, നിങ്ങൾ ട്യൂഷന് പോകണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള റോസിൽ ചേച്ചിയുടെ 2 മക്കൾ, വിജിയും വിനീത്, പിന്നെ ഇപ്പുറത്തെ ടീനു, പിന്നെ ഇപ്പുറത്തെ നീനുവിനെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടില്ല, മീനു, പിന്നെ അങ്ങനെ മുട്ടിനകത്തുനിന്ന് കുറച്ച് പിള്ളേർ, അങ്ങനെ ഒരു 5-8-10 പിള്ളേരെ എനിക്ക് ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് കിട്ടി. അപ്പം ഞാൻ അവരെ രാവിലെ ഈ മോനെ മടിയിൽ വെച്ചിട്ട് ഞാൻ ട്യൂഷൻ എടുക്കും. ഒരു 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആദ്യം ഞാൻ 5ാം ക്ലാസ് വരെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്.
അങ്ങനെ ട്യൂഷൻ എടുക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പൊന്നും ഉണ്ടാവാറില്ല. പുള്ളി ഇപ്പോൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകും. ഈ വാവേനെയും വെച്ച് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ട്യൂഷൻ എടുക്കില്ല. പിന്നെ ഇപ്പോൾ ഇത്തിരി കൂടി മോൻ ഇച്ചിരി കൂടെ വലുതായി, രണ്ടാമത്തെ പ്രഗ്നൻ്റായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ട്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിള്ളേരെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു നല്ലൊരു മോഹമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മേരി മാത എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വലിയ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ കയ്യിലില്ല നേരം. അപ്പോൾ ഞാൻ മേരി മാത സ്കൂളിൽ കൊണ്ട് ചേർത്ത് പൈ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു സ്കൂളുണ്ടായി. ഇപ്പോൾ ആ സ്കൂളില്ല. അവിടെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്കും പോകണം എന്നുള്ളൊരു മോഹം തുടങ്ങി. അങ്ങനെ ഞാൻ അവളെയും സ്കൂളിൽ ചേർത്തു. അതായത് ഒരു മാസ വ്യത്യാസം കൊണ്ടിട്ട് അവൾക്ക് അത് കാരണം 10th വന്നപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റിലൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നേരത്തെ കൊണ്ട് ചേർത്തത് കൊണ്ടിട്ട്. അങ്ങനെ അവിടെ പോയിരുന്ന സമയത്ത് എനിക്ക് അവിടെ ദൂരം കൂടുതലാണ്. നമ്മളിവിടെ നിന്ന് നടന്ന് കൊച്ചുങ്ങളെയും കൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരണം, വീണ്ടും വൈകുന്നേരം പോകണം, കൊണ്ടുവരണം. അപ്പം ഞാനൊരു ഐഡിയ എടുത്തു, എവിടെയെങ്കിലും ഒരു ഷോപ്പിൽ നിൽക്കുവാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് വരുമാനവും കിട്ടും, കുട്ടികളെ സ്കൂളിലും ആക്കാം. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് ദുർഗ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരോട് ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു പുതിയ ഷോപ്പ്, ഈ എന്താണ് ഫോട്ടോസ്റ്റാറ്റ്, അന്ന് ഫോണില്ല, ഫോണിൻ്റെ ഇത് പബ്ലിക് ബൂത്തുകളുള്ള സമയമാണ്. അപ്പോൾ ഒരു ബൂത്തും ഒരു എന്താണ് ഫോട്ടോസ്റ്റാറ്റ് കടയും കൂടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, എന്നാൽ നാളെ തുടങ്ങി വന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോകാൻ തുടങ്ങി. അപ്പോൾ രാവിലെ കൊണ്ടുപോയി, അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോയി കുട്ടീനെ ആക്കിയിട്ട് ഞാൻ അവിടെ വന്നിരിക്കും. ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് പോയി കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരും. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഞാൻ ഓർക്കണില്ല എത്ര കിട്ടിക്കൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ഈ പബ്ലിക് ബൂത്തിൽ പല തരത്തിലുള്ള ആളുകൾ വന്ന് സംസാരിക്കും, പോവില്ല, പിന്നെ സംസാരിച്ച് എന്നിട്ട് പിന്നെ നമ്മളോട് സംസാരിക്കാൻ നിൽക്കും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ അവിടുത്തെ അവരോട് പറഞ്ഞു, അവർ നല്ല ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ പബ്ലിക് ബൂത്തിലിരിക്കാനായിട്ട്, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ വരണില്ല കേട്ടോ. അങ്ങനെ ഞാനതവിടെ നിർത്തി. കുട്ടികളെ പോയി കൊണ്ടുവരാനും തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഒരു തയ്യൽ പണ്ട് ഞാൻ കുറച്ചൊക്കെ തയ്ക്കുമായിരുന്നു, ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തുന്ന തയ്യലൊന്ന് പരീക്ഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തയ്യലിലോട്ടൊന്ന് ചെറുതായിട്ടൊരു ബ്ലൗസൊന്നും തയ്ക്കാൻ എനിക്ക് അന്ന് അറിയില്ല. ഞാനപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ സാരി ബ്ലൗസ് വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് അഴിച്ചെടുത്ത് വിരിച്ച് വെച്ചിട്ട് പേപ്പറിൽ വെട്ടി അത് വെച്ചിട്ട് വേറെ ആ ചേച്ചിക്ക് ഒരു തുണിയിൽ തയ്ച്ച് കൊടുത്തു നോക്കി. അപ്പോൾ ഏതാണ്ട് ഒരു ഓക്കെ ആയ മട്ട് പോലെ എനിക്ക് തോന്നി. കംപ്ലീറ്റ് ഓക്കെ അല്ല കേട്ടോ, എന്നാലും എനിക്കൊരു കോൺഫിഡൻസ്, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് കോഴിയുണ്ട്, പിന്നെ ആടുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കുടിൽ വ്യവസായം പോലെ, എനിക്ക് ചെറിയ വരുമാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുട്ടയൊക്കെ കൊടുക്കും, ആടിനെ കൊടുക്കും, അങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ എല്ലാവരും തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി കൊന്ത കിട്ടുന്നു, നൂൽക്കൊന്ത എനിക്ക് അറിഞ്ഞുകൂടാ വെട്ടാനായിട്ട്. പണ്ട് ഞാൻ കമ്പിക്കൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള മിനി കുഞ്ഞുമ്മ അവരൊക്കെ കൂടിയൊക്കെ കെട്ടുമായിരുന്നു. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്താലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് പോയിരുന്ന് ഞാനത് പഠിച്ച് പിന്നെ വീട്ടിലിരുന്ന കൊന്തയും കെട്ടാൻ തുടങ്ങി. ഈ ആടും കോഴിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തയ്യലിലോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അന്ന് തയ്യലിനൊക്കെ അത്ര വലിയ സ്കോപ്പൊന്നും ഇല്ല, എങ്കിലും ആളുകൾ തയ്ച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൗസൊക്കെ ഇങ്ങനെ വെട്ടി തയ്ച്ചൊക്കെ നോക്കി. എനിക്കിപ്പോൾ ഒരു മെഷീൻ കിട്ടാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല, മെഷീൻ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എൻ്റെ കയ്യിൽ ഇല്ല അന്നേരം. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെ റോസിൽ ചേച്ചിനോട് ഇങ്ങനെ സംസാരിച്ചു. അവരുടെ വീട്ടിലൊരു മെഷീൻ വെറുതെ കിടക്കുകയാണ്, ഫ്രണ്ടിലത്തെ വീട്ടിലും ഒരു മെഷീനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് അവിടെ വന്നിരുന്ന് വേണമെങ്കിൽ തയ്ച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിരുന്ന് അവരുടെ വീട്ടിൽ പോയിരുന്ന് എത്ര നേരം ഒന്നിച്ച് തയ്ക്കും നമ്മൾ. അപ്പോൾ നമ്മളത് അത്ര അങ്ങനെ അവിടെ പോയില്ല, 1-2 പ്രാവശ്യം ഞാൻ പോയി, എന്നിട്ട് ഞാൻ പോന്നു. അപ്പോൾ റോസിൽ ചേച്ചിയോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് റോസിൽ ചേച്ചി അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കോഴീനെ വളർത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരു കോഴീനെ വേണമെന്ന് ഞാൻ ഈ റോസിൽ ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ റോസിൽ ചേച്ചി എന്ത് ചെയ്തു എന്നറിഞ്ഞോ? അതായത് ഞാൻ അവരുടെ ഒരു മനസ്സ് പറയുവാണേ. ആ ചേച്ചി വീട്ടിലിരുന്ന കുറച്ച് മുട്ടകളും ഈ കോഴിയെയും കൂടി എനിക്ക് കൊണ്ടുത്തന്നു. ഒരുന്ന കോഴിയും 5-8 മുട്ടയും കൂടിയാണ് എനിക്ക് കൊണ്ടുത്തന്നത്. ഞാൻ എന്നിട്ട് അതിനെ അടവെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ തള്ളക്കോഴി ചത്തുപോയി. എനിക്കുണ്ടായ ഒരു വിഷമം. ഒരാളൊരു സഹായം ചെയ്തതാണെന്ന് ഓർക്കണം, കോഴിയെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് സാരില്ല ലീനെ, കോഴി ചത്തുപോയതല്ല, ലീന ഒന്നും ചെയ്തതല്ലല്ലോ, സാരില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ
അത് കഴിഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ ഈ മെഷീൻ ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ആ മെഷീനൊന്ന് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് തയ്യൽ പഠിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ ചേച്ചിയുടെ ഇളയ മോനും ഒരു പാലം കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. ആ ചേച്ചിയുടെ മോനും ആ ചേച്ചിയും കൂടി മെഷീൻ പൊക്കി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിൽ പോയുടെ ഇക്കരെ സൈഡിൽ കൊണ്ടുവന്ന് എനിക്ക് വീട്ടിൽ കൊണ്ടുത്തന്നു. അതാണ് ഒരാൾക്ക് ഞാൻ മരണം വരെ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോവില്ല. കാരണം ഞാൻ ഇത്രയും ലെവലിൽ എനിക്ക് തയ്യലിൻ്റെ ഇതിൽ നിൽക്കുമ്പോഴും ഞാൻ തയ്യൽ പഠിച്ച ആ ഒരു സമയം അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് റോസൽ ചേച്ചി. ഇപ്പോഴും എനിക്ക് എൻ്റെ കണ്ണ് നിറയാതെ ഓർക്കുമ്പോഴും. കാരണം അവരത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണല്ലോ എനിക്കത് കൊണ്ടെത്തുന്നത്. ഇപ്പോൾ അവരോട് താമസമില്ല, വേറെ എവിടെയാണ് താമസം, വല്ലപ്പോഴൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ചേച്ചി വീട്ടിൽ കൊണ്ടെത്തുന്നതാണ് മെഷീൻ ആദ്യമായിട്ട്. പിന്നെ ഞാൻ അതിൽ വെച്ച് കുറേശ്ശെയൊക്കെ തയ്ക്കാൻ തുടങ്ങി. തയ്ച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി തുടങ്ങി. പിന്നെ ഞാൻ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഒരു മെഷീൻ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചു, നോർമൽ മെഷീൻ. എന്നിട്ട് ഞാൻ ഈ മെഷീൻ ആ ചേച്ചിക്ക് തിരിച്ചു കൊണ്ടു കൊടുത്തു. സന്തോഷമായിരുന്നു എനിക്കത്. അപ്പോൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ള ദിവസമാണ് അത്. ഞാൻ എന്നിട്ട് ആ മെഷീൻ തിരിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് അതോടുകൂടി ഞാൻ പിന്നെ അങ്ങനെ തയ്യൽ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിറം എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു ചട്ടി ഭാഗത്ത്. അവിടെ ഒരു മോളി ചേച്ചി, ആ ചേച്ചീനെ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോൾ കടയിൽ ചെന്ന് പരിചയപ്പെട്ടാണ്. ആ ചേച്ചി പറഞ്ഞ് കട്ടിങ്ങിന് ഒരാളാവശ്യമുണ്ട് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തയ്ക്കണ കാര്യമൊക്കെ ആ ചേച്ചിക്ക് അറിയാം. അപ്പോൾ ഞാൻ വലിയ കട്ടറൊന്നുമല്ല, എങ്കിലും ഞാൻ കട്ടിങ് മാസ്റ്ററായിട്ട് കയറിയതല്ലെങ്കിലും ഞാനങ്ങനെ സമ്മതിച്ച് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ ഞാൻ അവിടെ പോയി കട്ട് ചെയ്ത് കൊടുക്കും, വേറെ 2 പേര് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ എനിക്കൊരു ധൈര്യം തയ്ക്കാം എന്നുള്ളത്. അങ്ങനെ കയറി തയ്ച്ചു. അത് സാഹചര്യം ഉണ്ടോ, നമ്മൾ ഓരോരോ സ്ഥലത്തെത്തിക്കുന്നത് നമ്മളെ സാഹചര്യമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് സംസാരിച്ച് ജോലിക്ക് പോയിക്കൊണ്ടു. അപ്പോൾ ഒരു ദിവസം രാത്രി ആയിപ്പോയി. ഞാൻ അവൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് രാത്രിയാണോ പകലാണോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ നിന്ന് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇരുട്ടാണ്. ഞാൻ ഊട്ടിയാണ് വീട്ടിൽ വന്നത്. പിള്ളേർ വന്നിട്ടുണ്ടാവും, വീട്ടിൽ ചെന്നിട്ട് പണികളുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വന്നെങ്കിൽ എനിക്ക് പോകാൻ മടിയായി. ഇനിയിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ രാത്രിയായ പിള്ളേരുടെ പഠിപ്പ് മുടങ്ങും, മൊത്തത്തിൽ ആകെ കുളവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ വിളിച്ചേച്ചും പറഞ്ഞു, ചേച്ചി എനിക്ക് 2 ദിവസം കൂടെ വരാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ, എനിക്ക് വരാൻ പറ്റില്ല എന്നോ. അപ്പോൾ അങ്ങനെ നമ്മുടെ SNDPയിൽ ഒരു കട ഇങ്ങനെ ഒഴിവുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കംഫർട്ടായിട്ട്, അതായത് പെർഫെക്റ്റായിട്ട് തയ്ച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ, കട്ട് ചെയ്തും തുടങ്ങിയിട്ടില്ല. എങ്കിലും എൻ്റെ ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് വെച്ചിട്ട് ഹസ്ബൻഡ് എന്നോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആ കട എടുത്താലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ കട എടുത്ത് തന്ന് ഒരു മെഷീനും വാങ്ങിച്ചു. അങ്ങനെ ഒരു ഹെൽപ്പ് എൻ്റെ ഭർത്താവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നൈറ്റീസും അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ വണ്ടി ഓടിക്കാനായിട്ട്, ഞാൻ ജന്മത്തിൻ്റെ വണ്ടി ഓടിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ നിമിത്തങ്ങളാണ് നമുക്ക് വന്നു ചേരുവാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇവിടെ ഒരു എയ്സ് എടുത്തു ഈ പുള്ളി. അപ്പോഴത്തേക്ക് ഞാൻ അതിൽ കയറി എയ്സ് ഞാൻ ഓടിക്കുമായിരുന്നു. എനിക്ക് എയ്സ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ഞാൻ 2 വീലറും കാറും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ വന്നു തുടങ്ങി, തയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പൈസയൊക്കെ വെച്ചിട്ട് ഞാനതൊക്കെ ചെയ്തു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഷോപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് 3 വർഷം ഞാൻ ഷോപ്പിട്ട്. ആ ഷോപ്പിൽ 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ മകളടക്കം 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു ഷോപ്പിൽ. പിന്നെ എന്നെ ഒരുപാട് ആളുകൾ അറിയും ഞാൻ ആ ഷോപ്പ് ഇട്ടത് കൊണ്ടിട്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട്, മകനും അച്ഛനും ഒക്കെ ആയിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട്, മകനും അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് അല്ല ഒരു പ്രശ്നം. ആ പ്രശ്നം നമുക്ക് പറയാൻ പറ്റില്ല, വീട്ടിലത്തെ പ്രശ്നമല്ല, പുറത്തുള്ളൊരു പ്രശ്നമാണ്. ആ പ്രശ്നം കൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ ഭയങ്കര അതായത് അച്ഛൻ മകനെ ചട്ടകം പഠിപ്പിക്കാൻ വെച്ചേക്കുന്നു, മകനെ വെക്കാനായിട്ട്. ഞാൻ വരുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചു. കാരണം ഞാൻ ജോലിക്ക് ഇറങ്ങിയത് കൊണ്ടിട്ടാണോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അതായത് അവൻ വീട്ടിൽ നിന്ന് പൈസ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം. പൈസ എടുത്തത് അവനായിരുന്നില്ല. പക്ഷെ അവനെ നിരപരാധിയായ അവനെ ചട്ടകം പഠിപ്പിച്ച് വെക്കാൻ വേണ്ടി വെച്ചേക്കണം. അവൻ എന്നെ കണ്ടോടുകൂടി ഊട്ടിങ്ങോട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് കയ്യും കാലും അടച്ച് കരയുവാണ്. അമ്മ ഞാൻ എടുത്തിട്ടില്ല അമ്മ പൈസ എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും എനിക്ക് ഓർക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെ ഞാൻ തയ്യൽ നിർത്തി, കട ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുമായിരുന്നു സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റാഫ് എന്നെ പിണങ്ങും, ചേച്ചി സ്റ്റോപ്പ് ചെയ്യരുത്, ഞങ്ങളെപ്പറ്റി ചേച്ചി ഓർക്കണം, ഞങ്ങൾ ഇതുകൊണ്ടല്ലേ കഴിയണേന്ന് പറയും.
അങ്ങനെ ഞാൻ കുറച്ചാളും കൂടെ നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് എടുത്ത് ഞാൻ കട സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്തതിന് വരെ ഞാൻ ഒരുപാട് വഴി കേട്ടിട്ടുണ്ട്. എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടിട്ടാണ് ഞാൻ ആ ഷോപ്പ് നിർത്തി പോരേണ്ടി വന്നത്. പക്ഷെ ഞാൻ സഹിച്ചു. നമുക്കൊരു എയിമുണ്ട്. ആ എയിമിലെത്തണവരെ പല പേപ്പട്ടികൾ നമ്മുടെ ചുറ്റിനും കിടന്ന് കുരയ്ക്കും. ആ കുര നമ്മൾ കേൾക്കാണ്ടിരുന്നാൽ പോരെ. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ പലരും നമ്മളെ പല രീതിയിലും തളർത്താൻ നോക്കിയിട്ടുണ്ട്. ഞാൻ അതൊന്നും വകവച്ചിട്ടില്ല ഒരിക്കലും. ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് എൻ്റെ മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ്. എനിക്കൊന്ന് തുറന്ന് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകനൊരു ആകൂ അങ്ങനത്തെ ഉള്ളൊരു ഇതായിപ്പോയി എനിക്ക്. പക്ഷെ പിന്നീട് അവൻ എന്നോട് തുറന്ന് പറഞ്ഞു, അമ്മ ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഉള്ളത് മതി. അതായത് ഇപ്പോൾ ഒരു എക്സാമിന് പോയാലും തോറ്റുപോയാൽ പൂക്കോട്ടെ, തോറ്റു എന്നുള്ളൊരു ഇതല്ലേ കിട്ടുള്ളൂ. നോക്കി എഴുതി കോപ്പി അടിച്ച് ഒരിക്കലും നിങ്ങൾ മാർക്ക് വാങ്ങിക്കൊണ്ട് വരരുത്. ഒരുത്തൻ്റെയും വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കരുത്. ഒരാളുടെ വീട്ടിൽ പോയാൽ ബെഡ്റൂമിൽ കയറരുത്. അവരുടെ വിലപ്പെട്ട സാധനങ്ങളൊന്നും നശിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞാണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത്. ഇപ്പോഴും അതൊരു കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരാളുടെയും അനാവശ്യമായിട്ടുള്ളൊരു സാധനം അവരെടുക്കൂല. അങ്ങനെ ഞാൻ ഷോപ്പ് നിർത്തി വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ ഞാൻ തയ്യൽ പഠിപ്പിച്ച ശരണ്യ, അജിത അവരൊക്കെ വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലും ബഹളവും, ചേച്ചി തയ്യൽ നിർത്തല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീട്ടിൽ തുടങ്ങി. അങ്ങനെ വീട്ടിൽ തുടങ്ങി തയ്യൽ. എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെയും ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. വീട്ടിൽ നിന്ന് പോകണ്ടല്ലോ, അപ്പോൾ വീടും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഇവരെ പഠിപ്പിക്കുകയും ചെയ്യാം, ഒരു തൊഴിലും കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനൊരു അസുഖം വരുവാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു നെഞ്ചുവേദന വരുവാണ്. അതോടുകൂടി എൻ്റെ ലൈഫിലേക്ക് ഒരു ട്വിസ്റ്റായിരുന്നു. ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ട്വിസ്റ്റായിരുന്നു ആ സമയത്ത്. 2013 എന്നുള്ള ഒരു വർഷം സംഖ്യ വളരെ മോശപ്പെട്ട സംഖ്യയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കിയതല്ല, കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം എൻ്റെ ലൈഫിൽ അത് അഫക്റ്റ് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതെൻ്റെ ലൈഫിൽ 2013 സെപ്റ്റംബർ 11 വളരെയധികം അഫക്റ്റ് ചെയ്തൊരു വർഷമായിരുന്നു. ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിനം. ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ എല്ലാ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും തകർന്നു വീണൊരു ദിവസം. ബാക്കി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം.